അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അല്ലാഹു തആല ശപിച്ചിട്ടുള്ള ഒരു 6 വിഭാഗം ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ നീട്ടിവലിച്ച് പറയാതെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് അല്ലാഹു തആല ശപിച്ച വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമത്തത് കൈക്കൂലി വാങ്ങുന്നവരാണ്. കൈക്കൂലി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും, എല്ലാ ആളുകളെയും ഒന്നും ഞാൻ പറയില്ല, പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നേടിയെടുക്കാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇത് ഇസ്ലാം ദീൻ ഏതായാലും നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റും ഇതൊക്കെ നിരോധിച്ചതാണ്. ഒരിക്കലും കൈക്കൂലി കൊടുക്കാനോ കൈക്കൂലി വാങ്ങാനോ ഒന്നും പാടില്ല. ആ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം അല്ലാഹു തആല ശപിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് പലിശ വാങ്ങുന്നവരാണ്. പലിശ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞതാണ്. പലിശ വാങ്ങുന്നവരെയും പലിശ കൊടുക്കുന്നവരെയും അതിന് കൂട്ടുനിൽക്കുന്നവരെയും അതിന് എഴുതുന്നവരെയും സാക്ഷി നിൽക്കുന്നവരെയും ഒക്കെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ? കച്ചവടം നിങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ പലിശ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് ദീനിന്റെ നിയമമായിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മൂന്നാമത്തത് കുടുംബബന്ധം മുറിക്കുന്നവരാണ്. കുടുംബബന്ധം മുറിക്കുന്നവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ കുടുംബബന്ധം മുറിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ കുടുംബബന്ധം ചേർത്തിരിക്കുകയാണോ എന്നുള്ളത്. കൂടുതലൊന്നും വിശദീകരിക്കാതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നാലാമത്തത് വേഷപ്പകർച്ച ചെയ്യുന്നവരെയാണ്. വേഷപ്പകർച്ച എന്ന് പറയുമ്പോൾ പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പറഞ്ഞതാണ് അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് അതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാലോ ജീവിതകാലം മുഴുവനും അതുപോലെ ചെയ്ത് നടക്കുന്നവരെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതൊക്കെ അല്ലാഹു തആല ശപിക്കപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത് ശരീരത്തിൽ സ്ഥിരമായി മാറ്റം വരുത്തുന്നവർ. ശരീരത്തിൽ അല്ലാഹു തആല തന്ന രൂപമല്ലാതെ അതിൽപ്പെട്ടതാണ് പുരികം ത്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ മൂക്ക് കുത്തുക, അതുപോലെ തന്നെ ടാറ്റു അടിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല തന്ന ആ ഒരു ഭംഗി പോരാ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇതുപോലെ ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ അല്ലാഹു തആല തന്ന ഭംഗി മതിയാണെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോവില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ആറാമത്തത് മദ്യവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. മദ്യവുമായി ലഹരിയുമായി അതിന് ഏത് പേരിട്ട് വിളിച്ചാലും, ഇപ്പൊ ഒരുപാട് പേരുകളാണല്ലോ, എന്ത് പേരിട്ട് വിളിച്ചാലും മദ്യവുമായി അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മദ്യവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് വിൽക്കുന്ന ആളുകളെ, നേരത്തെ പലിശയുടെ കാര്യം പറഞ്ഞ പോലെ അവർ വിൽക്കുന്നവരാവട്ടെ, എത്തിച്ചു കൊടുക്കുന്നവരാവട്ടെ, കച്ചവടം ചെയ്യുന്നവരാവട്ടെ, അതിന്റെ ലാഭം പറ്റുന്നവരാവട്ടെ, ഇങ്ങനെ ഏത് രൂപത്തിലും മദ്യവുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടോ അവരെയൊക്കെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഒക്കെ പൊരുത്തം വാങ്ങുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.